നീ വാടി മോളെ. ഇനി ഇവരെല്ലാവരും കൂടി വന്ന് കരഞ്ഞ് കാല് പിടിച്ചാ പോലും നീയും ഇവനും തമ്മിൽ വേർപിരിയാനുള്ള ഒരു കടലാസിലും നമ്മൾ ഒപ്പുവെക്കുന്നില്ല. പ്രിയങ്ക നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലേ പറഞ്ഞ കാശ് ഇപ്പൊ ഈ നിമിഷം മേശപ്പുറത്ത് വെക്കണം. പറ്റുമോ? പറ്റും. എന്തായാലും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കാതെ നിവർത്തിയില്ലല്ലോ. അതിന് നീ ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കാതെ. കുറച്ചു നേരം കിടക്കണോ? വേണം. എന്നാ നീ എണീറ്റ് വാ. എണീക്ക്. പതുക്കെ. ചെറിയമ്മേ, ആഘോഷിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വരുണിന്റെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്ക പിരിഞ്ഞു പോവില്ല. കണിമംഗലം കുടുംബത്തിന്റെ തകർച്ച ആരംഭിച്ചു. ഞാൻ എന്ന് നിന്നോട് പറയാറില്ലേ കൽപ്പനെ, ചന്ദ്രേട്ടനുണ്ടായിരുന്നെങ്കി നമ്മൾ തോൽക്കില്ലെന്ന്. ചന്ദ്രേട്ടനിപ്പോഴേ അത് തെളിയിച്ചോണ്ടിരിക്കുക. ഇനി നോക്കിക്കോ, ഈ പോയ ഏട്ടനടക്കം സകലരും ചന്ദ്രേട്ടന്റെ കാൽക്കൽ പോയി വീഴും. അതിനുള്ള പണിയെ ചന്ദ്രേട്ടൻ എടുക്കുന്നുണ്ട്. അല്ല വക്കീലേ, ഞങ്ങൾ ഇനി കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ? നേരം കുറെ ആയാലും ഞങ്ങളെ പിടിച്ചിരുത്താൻ തുടങ്ങിയിട്ട്. ഒന്നെങ്കിൽ വാക്ക് പറഞ്ഞ വക്കീൽ അത് പാലിക്കണം, അല്ലെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞവരത് പാലിക്കണം. ഇതിപ്പം ഞങ്ങൾ വക്കീലിന്റെ ഓഫീസിന് കാവലിരിക്കുന്ന പോലെ ആയില്ലേ? പണത്തിന്റെ കാര്യമൊന്നും നടക്കില്ല. മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് നല്ലത്. അതിന് ചിലപ്പോഴേ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടായെന്ന് വരില്ല. കണിമംഗലത്തെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്നില്ലേ അച്ഛനും മോനും? ഇപ്പൊ എന്താ പറഞ്ഞ വാക്ക് പാലിക്കാൻ എത്ര ബുദ്ധിമുട്ട്? ഇത്രയും നേരം വലിയ ഭീഷണിയായിരുന്നല്ലോ. പണവും വാങ്ങിച്ച് വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞങ്ങളെ എന്തോ ചെയ്തു കളയൊന്നും പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ വാക്ക് പാലിക്കാത്ത നിങ്ങളെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? പ്രിയേ, പണം ഒപ്പിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊന്നും മനസ്സിലാക്കിയത് എന്താ നിനക്ക്? എനിക്ക് സൗകര്യം ഇല്ലാഞ്ഞിട്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാനും മുത്തശ്ശിയും കേൾക്കണം. എന്തായാലും ഒരു കാര്യം ചെയ്, ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം രണ്ടുപേരും അങ്ങ് ഉപേക്ഷിച്ചേക്ക്. ഈ ജീവിതത്തിൽ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കില്ല. അഥവാ ജീവിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ രണ്ടിലൊരാൾ ജയിലിനകത്ത് കിടക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി മോളെ. അവക്ക് മാത്രമല്ല, ദേ ഈ ഇരിക്കുന്ന വക്കീലിനും. ഇവരുടെ ബലത്തിലാണല്ലോ ഈ രണ്ടുപേരും കിടന്ന് തുള്ളുന്നത്. നോക്ക്, ഒരു എഗ്രിമെന്റ് വിചാരിച്ച ദിവസം നടക്കാത്തത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതിന് നിങ്ങൾ ഇത്രയും സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. വക്കീൽ അങ്ങനെ തളർന്നു പോവല്ലേ? കോടതിയിലും പുറത്തു നിർത്തി എന്നെ മുത്തശ്ശിയും ഒരുപാട് വെള്ളം കുടിപ്പിച്ചില്ലേ വക്കീല്? ദേ, ഇന്ന് ഞാനും മുത്തശ്ശി ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ ഒരു കാര്യത്തിനും ഞങ്ങളെ വിളിക്കണ്ട. ഞങ്ങള് വരില്ല. പിന്നെ ജയിലിൽ നിന്ന് ഞങ്ങളെ ഇറക്കിയപ്പോ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ച ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് മറികടക്കാനുള്ള മാർഗം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ വക്കീലിനേക്കാൾ കൂടിയ വക്കീല് ഈ നാട്ടിലുണ്ടല്ലോ. നീ വാടി മോളെ. ഇനി ഇവരെല്ലാവരും കൂടി വന്ന് കരഞ്ഞ് കാല് പിടിച്ചാ പോലും നീയും ഇവനും തമ്മിൽ വേർപിരിയാനുള്ള ഒരു കടലാസിലും നമ്മൾ ഒപ്പുവെക്കുന്നില്ല. പ്രിയങ്ക നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലേ പറഞ്ഞ കാശ് ഇപ്പൊ ഈ നിമിഷം മേശപ്പുറത്ത് വെക്കണം. പറ്റുമോ? പറ്റും.
ഇവർക്ക് കൊടുക്കാനുള്ളത് 25 കോടിയല്ലേ? ദാ, ആ തുകയുടെ ചെക്ക് ഇതവർക്ക് കൊടുത്തേക്ക്. മാഡം, ഇതെന്റെ പണമാ. എന്റെ പണം എന്റെ മകൾക്കുള്ളതാ. വരുണിന്റെ കുടുംബത്തിന്റെ താൽക്കാലിക ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതൊരു കാരണവശാലും നീട്ടിവെക്കാൻ പറ്റില്ല. ആരതി, ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എന്നിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കുക. അമ്മ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ മോളെ, എന്നിട്ട് സംസാരിക്കാം. പ്രിയങ്ക, വരുണിന്റെ കയ്യിൽ നിന്നും ഈ ചെക്ക് നിനക്ക് ഏറ്റുവാങ്ങാം. എന്നിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യേ. ആ, ഈ ചെക്ക് പണമുള്ളതാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഈ ചെക്ക് മടങ്ങില്ല. തരുന്ന ചെക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും എഗ്രിമെന്റിലുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ശ്യാമ മേഡത്തിന്റെ ചെക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന് ഏത് കണ്ണുപൊട്ടനും അറിയാം. എഗ്രിമെന്റ് സൈൻ ചെയ്യേ. ഇത്രയും നേരം നിങ്ങളുടെ ആവശ്യം ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പണം കിട്ടുക എന്നായിരുന്നല്ലോ. ആ പണമാണ് ശ്യാമ മാഡം കൊണ്ടുവന്നത്. ഒന്നുകിൽ അത് വാങ്ങിച്ച് നിങ്ങൾക്ക് എഗ്രിമെന്റിൽ ഒപ്പിടാം, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ എഴുതിയ എഗ്രിമെന്റ് പ്രകാരമുള്ള നിയമ നടപടികൾ നേരിടാം. എന്താ വേണ്ടത്? ഞാൻ ഒപ്പിടാം. ദാ